ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി വയനാട്ടിൽ ആനി രാജയ്ക്കും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും സാധ്യതയുണ്ട്. കമലേഷ് വിവരങ്ങളുമായി ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് CPIയുടെ സാധ്യതാ പട്ടിക 4 സീറ്റിലെ? അജിംഷാദ്, ഒരു സാധ്യതാ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ തന്നെ ഈ ചർച്ചകളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. തൃശ്ശൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇക്കുറി ഒരുപക്ഷെ ഏറ്റവും മികച്ച പോരാട്ടം നടക്കുന്നത്, അല്ലെങ്കിൽ കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ്. അവിടെ ആരായിരിക്കും CPIയുടെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി വരിക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ. സ്വാഭാവികമായും മുൻ കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാർ തന്നെ തൃശ്ശൂരിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സാധ്യതാ പട്ടിക പ്രകാരം തൃശ്ശൂരിൽ VS സുനിൽകുമാർ മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം വയനാടാണ്. അവിടെ ആനി രാജ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി ഒരു ദേശീയ ശ്രദ്ധ ലഭിക്കുന്ന നിലയിലുള്ള ഒരു നേതാവ് തന്നെ വരണം എന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ നിലയിൽ ആനി രാജ അവിടെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം CPIയെ സംബന്ധിച്ച് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ദേശീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അത്തരം ഒരു ഇമേജുള്ള കുറെ കൂടി പ്രബലനായ ഒരാളെ കൊണ്ടുവരണം എന്ന ഒരു ആലോചനയാണ് നേരത്തെ തന്നെ നടത്തിയിരുന്നത്. പക്ഷേ നിലവിൽ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന പന്ന്യൻ രവീന്ദ്രനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിലുള്ള ഒരു സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം മാവേലിക്കരയാണ്. അവിടെ AIYFന്റെ മുതിർന്ന നേതാവായിട്ടുള്ള CA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണയാണ്. ഈ നിലയിലുള്ള 4 മണ്ഡലങ്ങളിലേക്കുള്ള ഒരു സാധ്യതാ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 10, 11 തീയതികളിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ ധാരണ രൂപപ്പെടുക. ഏതായാലും തൃശൂർ മണ്ഡലമാണ് CPI ഏറ്റവും ഒരു പ്രസ്റ്റീജ് മണ്ഡലമായി കരുതുന്ന ഒരു മണ്ഡലം. സ്വാഭാവികമായും സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കുമെന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ്. BJP അല്ലെങ്കിൽ NDA പ്രതിനിധീകരിച്ച് സുരേഷ് ഗോപി വരും എന്ന ഒരു പ്രചരണമാണ് പൊതുവെ വരുന്നത്. ആ നിലയിൽ സുരേഷ് ഗോപിയെ മറികടക്കാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്നൊരു ആലോചനയുണ്ട്. ആ നിലയിൽ ഇപ്പോൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാറാണ്. ഏതായാലും 10, 11 തീയതികളിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അജിംഷാദ്. കമലേഷ്, അതുപോലെ തന്നെ കമലേഷ് സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ പ്രാധാന്യമാകുന്നത് BJP വല്ലാതെ തൃശ്ശൂരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് VS സുനിൽകുമാർ വരുന്നത്, പ്രബലനായ സ്ഥാനാർത്ഥി. അത് മാത്രമല്ല, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് തുടരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയോളം തന്നെ ദേശീയ വിഷയങ്ങളിൽ മോദി സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന വലിയൊരു മുഖമാണ് ആനി രാജ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ആപ്റ്റായ, കൂടുതൽ ചർച്ചയാവുന്ന, മത്സരം സാധ്യമാക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് CPI നിശ്ചയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഈ 4 മണ്ഡലങ്ങളിൽ. അജിംഷാ, തീർച്ചയായും ഈ 4 മണ്ഡലങ്ങളിലും നിലവിലെ ഈ പട്ടികയനുസരിച്ച് വളരെ പ്രബലരായ ആളുകളെ തന്നെയാണ് CPI പരിഗണിച്ചിട്ടുള്ളത്. അർഹരായ ആളുകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ, മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന നേതാക്കളെ തന്നെയാണ് നിലവിൽ CPI കണ്ടെത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ തൃശൂർ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൃശൂർ തന്നെയാണ്. വളരെ നേരത്തെ തന്നെ BJP അത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മോദി തന്നെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങി ആ നിലയിലുള്ള ഒരു കോലാഹലം, ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ തരത്തിലുള്ള റോഡ് ഷോ അവിടെ നടത്തിയിട്ടുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയെ സുരേഷ് ഗോപി തന്നെ വരും എന്ന ഒരു നില തന്നെയാണ് നിലവിൽ അവിടെയുള്ളത്. സ്വാഭാവികമായും ഏറെ ജനകീയനായ VS സുനിൽകുമാറിനെ തന്നെ തൃശ്ശൂരിലേക്ക് പരിഗണിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള, ദേശീയ നേതൃത്വത്തിൽ വളരെ പരിചയസമ്പത്തുള്ള ഒരു നേതാവിനെ ഇറക്കേണ്ടത് അനിവാര്യമായിരുന്നു. സ്വാഭാവികമായും ആ നിലയിൽ തന്നെ ആനി രാജയെ കൂടി പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന് പന്ന്യൻ രവീന്ദ്രൻ, മലയാളത്തിനേറെ സുപരിചിതനായ നേതാവാണ്. CPIയുടെ നേരത്തെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. ആ നിലയിലൊക്കെ വളരെ ആളുകൾക്ക് മറ്റ് എതിരഭിപ്രായമൊന്നുമില്ലാത്ത നിലയിലുള്ള ഒരു ജനകീയനായ നേതാവാണ് പന്ന്യൻ രവീന്ദ്രൻ. ആ നിലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പന്ന്യൻ രവീന്ദ്രനെയും മത്സരിക്കുന്നു. മാവേലിക്കരയിലാണെങ്കിൽ ഒരു യുവ
മുഖം മാവേലിക്കരയ്ക്ക് പരിചയപ്പെടുത്തുന്ന നിലയിലേക്ക് AIYF-ന്റെ നേതാവ് CA അരുൺകുമാറിനെയും നിർത്തുന്നു. നിലവിലെ ഈ പട്ടികയനുസരിച്ച് ഇതൊരു സാധ്യതാ പട്ടിക മാത്രമാണ്, ഇത് അന്തിമ പട്ടികയല്ല. സ്വാഭാവികമായും ആ നിലയിലുള്ള ചർച്ചകൾ ഇനി നടക്കുന്നതേയുള്ളൂ. വരാൻ പോകുന്ന 10-11 തീയതികളിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം വരിക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഒരു പട്ടിക തന്നെയാണ് CPI പുറത്തുവിട്ടിട്ടുള്ളത്. അജിംഷാദ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.